സുഹൃത്തുക്കളെ, ഇന്നലെ ഒരു പൂച്ചസാറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തുക ചെയ്തത്. ഇതിനു മുമ്പ് സണ്ണി ലിയോൺ വന്നപ്പോഴാണ് കൊച്ചി നഗരത്തിൽ ഇത്ര വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായത്. കൊച്ചിയിൽ സണ്ണി ലിയോൺ വന്നപ്പോൾ ഉണ്ടായതിനേക്കാളും വലിയ ട്രാഫിക് ബ്ലോക്കാണ് ഇന്നലെ കൊച്ചിയിലുണ്ടായത്. നമുക്കറിയാം, ഒരു പൂച്ച സാറ് മെട്രോ ലൈനിൽ കയറി പിന്നെ ഇതിനെ പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോൾ ഇത് ഒരാഴ്ചയായിട്ട് പിന്നെ ഭക്ഷണമൊന്നുമില്ല, അവശതയിലാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത്. ഇതിനെ പിടിക്കാൻ അത്ര വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനെ റെസ്ക്യൂ വർക്കാണ് ചെയ്യേണ്ടതാണ്. പൂച്ചയും ഒക്കെ എല്ലാ ജീവികളെയും സംരക്ഷിക്കേണ്ടതാണ്. അക്കാര്യത്തിലൊന്നും എനിക്കെതിരെ അഭിപ്രായമൊന്നുമില്ല. പക്ഷെ മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കാൻ പിന്നെ അത് വീണ്ടെടുക്കാൻ ഇത്ര വലിയ ജാഗ്രത കാണിക്കുന്നില്ല. കത്രികയൊക്കെ വയറിൻ്റെ ഉള്ളിലിട്ടിട്ട് സർജറി ചെയ്യുന്ന കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇതിൽ സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ സെൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം പൂച്ചയെ പിടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. പൂച്ചയെ പിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് മ്യാവും മ്യാവും ഒച്ച ഉണ്ടാക്കിയിട്ട് ഇവർ കയറിയിട്ട് ഒച്ചയും വിളിയും ബഹളവും ആൾക്കാർ മുഴുവൻ പിന്നെ വീഡിയോ എടുക്കുന്നു. ഈ ബഹളവും ഒച്ചയും വിളിയും കൂടി ആയിട്ട് കഴിഞ്ഞാൽ പൂച്ച വരും, അടുക്കുമോ? ഇവർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്നല്ലെങ്കിൽ ഒരു ഡെമ്മി ഈ എലിയുടെ രൂപം താഴെ എവിടെയെങ്കിലും വെക്കുക. ഇന്നത്തെ കാലത്ത് റിമോട്ട് കൺട്രോൾ പാവകളൊക്കെ കിട്ടും. അപ്പം പിന്നെ ഒരു എലിയുടെ രൂപമുള്ള എവിടെന്നെങ്കിലും പെട്ടെന്ന് ഫ്ലിപ്കാർട്ടിലോ എങ്ങനെയും ഓർഡർ ചെയ്തിട്ട് പെട്ടെന്ന് വരുത്തിച്ചിട്ട് ഈ സാധനത്തിന് റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് ഇതിനെങ്ങനെ അനക്കം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഏത് പൂച്ചയും താഴോട്ട് ഇറങ്ങി വരും അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് കാരണം അതിന് ജീവനുള്ളതാണോ അല്ലേ എന്നുള്ള അറിയില്ലല്ലോ. എലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫേവറേറ്റ് ആണ്. നമുക്ക് കുഴിമന്തി വാനിയാണ് അതിന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇനി ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ വേറെ പരിപാടിയുണ്ട്. ഒരു നല്ല പിന്നെ PVC പൈപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും GI പൈപ്പ്, PVC പൈപ്പ് വേണ്ട, GI പൈപ്പിൽ അതിൻ്റെ മേളിൽ മീനിനെ എന്തിനെങ്കിലും കൊളുത്തി വെക്കുക. പച്ചമീനിനെ കൊളുത്തി വെച്ചിട്ട് ഇതിൽ പ്രത്യേക ഗമ്മുണ്ടാക്കിയാൽ മതി. ഗമ്മുകൊണ്ട് ഇതിൻ്റെ പിന്നെ ഈ പൈപ്പിൽ ഗമ്മ് തേച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പൂച്ച എന്നിട്ട് ഈ പൈപ്പിൽ കയറി പിടിക്കും. പിന്നെ അതിന് അനങ്ങാൻ പറ്റില്ല, ഇതവിടെ സ്റ്റക്കാവും. അപ്പോൾ പിന്നെ പൈപ്പ് എടുത്ത് താഴത്തേക്ക് കൊണ്ടുവന്നാൽ മതി, പൂച്ചയെ രക്ഷപ്പെടുത്താം. എൻ്റെ കാലിൽ പിടിച്ചിട്ടുള്ള ഗമ്മൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. എന്നാലും ഇത്രയും ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടുള്ള റെസ്ക്യൂ വർക്ക് നടത്തണമായിരുന്നു. ഇത് ഫയർഫോഴ്സ്, പോലീസ്, ട്രാഫിക് ബ്ലോക്ക്, മെട്രോ നിർത്തിയിടുന്നു, എന്തൊക്കെ കലാപരിപാടികളാണ്. ഇനി ഇതുമല്ല എന്നുണ്ടെങ്കിൽ വേറെ പരിപാടിയുണ്ട്. ഈ മാങ്ങ പറിക്കുന്ന പ്രത്യേകതരം തോട്ടിയുണ്ട്. സാധാരണ നമ്മൾ തോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാങ്ങ താഴത്തേക്ക് വലിച്ചിടുകയാണ്. അതല്ലാതെ നെറ്റുള്ള തോട്ടിയുണ്ട്. ഈ പിന്നെ മാംഗോ പ്ലാന്റേഷൻസിലൊക്കെ അവർ യൂസ് ചെയ്യുന്നതാണ്. അതെന്ന് വെച്ചാൽ പച്ചമാങ്ങ നമ്മൾ തന്നെ പറിച്ച് പിന്നെ പഴുപ്പിക്കുക ചെയ്യുക. അപ്പോൾ അത് പറിക്കുമ്പോൾ താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ ഇത് ചതയും, പിന്നീട് പഴുക്കുമ്പം ഇത് കേടുവരും പഴുപ്പിക്കുമ്പം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ തോട്ടി വെച്ചിട്ട് ഇതിങ്ങനെ കൊടുത്തുനിന്ന് മാങ്ങ കൊളുത്തി ഇങ്ങനെ വലിക്കുമ്പം അത് ഈ നെറ്റിനകത്തേക്ക് വീഴും, ഇതിനകത്തേക്ക്. ഈ പറഞ്ഞ പോലെ തന്നെ അത്ര ഒരു തോട്ടി കൊണ്ടുപോയിട്ട് ആ നെറ്റിനകത്ത് ഒരു മീനിനെ ഇട്ട് കഴിഞ്ഞാൽ, ഒന്നോ രണ്ടോ മീനിനെ അല്ലെങ്കിൽ കോഴിക്കാലോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പൂച്ച വന്നിട്ട് വിശന്നിരിക്കുകയാണ്. പൂച്ച വന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചാടും. ഇത് ചാടുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാക്കാനും പറ്റും. ഈ തോട്ടി എടുത്തിട്ട് താഴത്തേക്ക് കൊണ്ടുവന്നാൽ മതി. റെസ്ക്യൂ വർക്കിന് ഏറ്റവും എളുപ്പമുള്ള വേറെ മാർഗ്ഗമായിരുന്നു. ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ മാമനെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ശശീന്ദ്രൻ മാമൻ, നമ്മുടെ പൂച്ചക്കുട്ടൻ. നമുക്ക് ഓർമ്മയുണ്ടാവില്ല, 2017 ആണോ 18 മംഗളം ചാനലിൻ്റെ ലോഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പൂച്ചക്കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രണയാർദ്രമായ ഭാവസാന്ദ്രമായ ഒരു വിളി. എനിക്ക് തോന്നുന്നു ഇത്രയും വോയിസ് മോഡുലേഷനിൽ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് തിലകൻ, ഒന്ന് മമ്മൂട്ടി, ഒന്ന് NF വർഗീസ്, അതേപോലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. എല്ലാ ഭാവങ്ങളും ആ പ്രണയഭാവം ആ വിളിക്കകത്തുണ്ടായിരുന്നു. എൻ്റെ പൂച്ചക്കുട്ടി പേരക്കുട്ടിയുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്, ജേർണലിസ്റ്റിനെയാണ്. ഹണി ട്രാപ്പായിരുന്നു സംഭവം. അവർ എക്സ്ക്ലൂസീവിന് വേണ്ടി നോക്കിയതാണ്. അത് നേരെ തിരിച്ചടിച്ച് കുറേ പേര് ജയിലിൽ കുറച്ച് ആൾ കിടക്കേണ്ടിയൊക്കെ വന്നു, അത് വേറെ കാര്യം. എന്തായിരുന്നാലും പുള്ളി അവിടെ വന്നിട്ട് എൻ്റെ പൂച്ചക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഈ പൂച്ചക്കുട്ടൻ ശശീന്ദ്രൻ മാമൻ അവിടെ വന്നിട്ട് ഒന്ന് ഒരു വിളിച്ചു കഴിഞ്ഞാൽ പൂച്ച സാറല്ല, സിംഹമാണെങ്കിൽ പോലും താഴെ ഇറങ്ങി വരും. കാരണം ആ കാമുക ഹൃദയത്തിൻ്റെ മുമ്പിൽ, ആ വിളിയുടെ മുമ്പിൽ കീഴടങ്ങാതിരിക്കാൻ ഒരു മാർഗവുമില്ല. അമ്മാതിരി വിളിക്കുകയായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും ശരി, പൂച്ചനെ പിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പൂച്ചനെ കിട്ടിയോ എന്നുള്ളത് എനിക്കറിയില്ല. പൂച്ചയ്ക്ക് എന്തോ പേരൊക്കെ ഇട്ടിട്ടുണ്ട്.
എന്തായിരുന്നാലും ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ മലയാളികളെ ഇങ്ങനെ, അതുമല്ല ചാനലുകൾ മുഴുവൻ ലൈവായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. നൂറുകണക്കിന് മനുഷ്യർ ഇതിങ്ങനെ മൊബൈൽ ഫോണിൽ എടുത്തുകൊണ്ടിരിക്കുക. ഒരു പൂച്ചയുടെ പുറകെ കേരളം ഇങ്ങനെ നടക്കുക ഒരു ദിവസം മുഴുവൻ. അതാണ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയണത്, കേരളത്തിൽ പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയും തേങ്ങയും മാങ്ങയൊന്നുമില്ല. പൂച്ചയെങ്കിൽ പൂച്ച, പുലിയെങ്കിൽ പുലി, എലിയെങ്കിൽ എലി. അത് ഒരു ലൈവ് എടുത്ത് ആകെ ഇടുക. പിന്നെ അതിൻ്റെ റെസ്ക്യൂ വർക്കിന് വേണ്ടിയിട്ട് ഇല്ലോജിക്കലായിട്ടുള്ള കുറേ പരിപാടികൾ പിന്നെ പ്ലാൻ ചെയ്യുക. കുറച്ച് അല്പം ഈ തലയ്ക്കകത്ത് കിഡ്നി വേണേ. ഓക്കെ എന്നാൽ ഗുഡ് മോർണിംഗ്.